സ്വന്തം മണ്ഡലമായ ഹരിപ്പാട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി ആഭ്യന്തരമന്ത്രി. ഡിവൈഎഫ്ഐ ജാഥ തടഞ്ഞ എസ്ഐയെ സ്ഥലം മാറ്റിയാണ് രമേശ് ചെന്നിത്തല ഡിവൈഎഫ്ഐയുടെ പ്രീതി നേടിയത്. ഹരിപ്പാട് എസ്ഐ ബാബുജിയെ കരിയിലക്കുളങ്ങര സ്റ്റേഷനിലേക്കാണ് അടിയന്തരമായി സ്ഥലം മാറ്റിയത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേട്ടുണ്ട്. സുധീഷ്, വലിയ വീരവാദങ്ങളൊക്കെ അടിച്ചു അല്ലെങ്കിൽ വളരെ പിണങ്ങിക്കൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പ് ഈ ചെന്നിത്തല സ്വന്തമാക്കുന്നത്. അതിന് പിന്നാലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സംഭവിക്കുന്നത്? ഡിവൈഎഫ്ഐക്ക് മുൻപിൽ മുട്ടുകുത്തുകയാണോ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല? എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ജാഥ, അത് അനുമതി തേടാതെ എത്തിയ ഡിവൈഎഫ്ഐ ജാഥയെ തടഞ്ഞ ഒരു എസ്ഐ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്? എന്തൊക്കെ കാരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ? ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പോലീസിന്റെ ഒരു അനുമതിയുമില്ലാതെ ഹരിപ്പാട് നഗരത്തിൽ ഇത്തരത്തിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. അത് ഉച്ചഭാഷിണി അടക്കമുള്ള ശബ്ദ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ടാണ് ഇത്തരം ഒരു വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ഇതാണ് എസ്ഐ ബാബുജിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. അതൊരു സ്വാഭാവിക പോലീസ് നടപടിയായി തന്നെ കാണേണ്ടതാണ്. എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ എത്തുന്നു എന്ന് കാണിച്ച് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഹരിപ്പാട്ടെ ഓഫീസിലും MLA ഓഫീസിലും അതോടൊപ്പം തന്നെ SP-ക്കും ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം പരാതി നൽകിയിരുന്നു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു ചട്ടവിരുദ്ധമായ വിളംബര ജാഥ സംഘടിപ്പിച്ചത്. അതിനെതിരെ 25 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസിന്റെ FIR വീണ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ നടപടി സ്വീകരിച്ച SI ബാബുജിയെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇതിന് പോലീസ് പറയുന്ന ന്യായീകരണം നേരത്തെ തന്നെ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വന്നതാണ്. ശരി സുധീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വലിയ നാണക്കേടാണ് സുധീഷ്, ഇത്തരത്തിൽ ഡിവൈഎഫ്ഐക്ക് മുൻപിൽ മുട്ടുകുത്തുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണോ നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്ന് തോന്നിപ്പോകും. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ സുധീഷ് ഗോപാൽ പങ്കുവച്ചത്.